പാതിവില തട്ടിപ്പ് കേസിൽ ഇഡി റെയ്ഡിൽ പിടിച്ചെടുത്തത് നിർണായക ഡിജിറ്റൽ തെളിവുകൾ. പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് ഒരുങ്ങി ഇഡി. ആദ്യ പരാതിയെ തുടർന്ന് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെ ഡിജിറ്റൽ തെളിവുകളും നശിപ്പിച്ചിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എത്രത്തോളം നിർണായകമായ ഡിജിറ്റൽ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഈ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിച്ചേക്കാം എന്നൊരു സംശയം കൂടി ഒരു ഘട്ടത്തിലുണ്ടല്ലേ? ദേവിക, ഇ.ഡി. കേസുകളിൽ പ്രധാന തെളിവുകളായിട്ട് മാറിയേക്കാവുന്നതാണ് ഈ ഡിജിറ്റൽ രേഖകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ. നിലവിൽ പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനം എമ്പാടും നടത്തിയ റെയ്ഡിൽ ഇ.ഡി. പിടിച്ചെടുത്തത് വിവിധ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, പെൻഡ്രൈവുകൾ എന്നിവയാണ്. ഇത് ഡിജിറ്റൽ രേഖകളായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനി കടക്കുക. സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ അയക്കും. അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അടക്കം ഈ കേസിൽ നിർണായകമായേക്കുമെന്നാണ് ഇ.ഡി. വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രധാനമായിട്ടും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള തെളിവുകൾ ഈ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും അതോടൊപ്പം തന്നെ പെൻഡ്രൈവുകളിലും ഉണ്ട് എന്നുള്ളതാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ഈ കേസിലെ പ്രധാന തെളിവായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിലടക്കം സമർപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റെയ്ഡുകൾ നടന്ന ഇടങ്ങൾ, 12 കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഈ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാനായിട്ടുള്ള ആനന്ദകുമാറിന്റെയും കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ മുഖ്യപ്രതിയായിട്ടുള്ള അനന്തകൃഷ്ണന്റെ നിയമോപദേശകയായിട്ടുള്ള ലാലി വിൻസെന്റിന്റെയും അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണന്റെയും വീടുകൾ, ഓഫീസുകൾ, ഈ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു റെയ്ഡ് നടന്നത്. ഇവിടങ്ങളിൽ നിന്നും ഈ ഡിജിറ്റൽ ഉപകരണങ്ങളെ കൂടാതെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമാക്കുന്ന ചില രേഖകൾ കൂടി ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. മാത്രവുമല്ല, നിലവിൽ 4 കോടിയിലധികം രൂപയുടെ നിക്ഷേപങ്ങൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട് ഇഡി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ അത് പരിശോധിച്ചതിന് ശേഷം കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കും ഇഡി കടക്കുന്നു എന്നുള്ള ഒരു സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ അനന്തകൃഷ്ണന്റെ അതോടൊപ്പം തന്നെ മറ്റു ചിലരുടെയും ബാങ്ക് അക്കൗണ്ടുകളായിരുന്നു ഇഡി മരവിപ്പിച്ചത്. ഈ ഇഡി മരവിപ്പിച്ചതിന് തൊട്ട് പിന്നാലെ ചില ഡിജിറ്റൽ രേഖകൾ അത് മറച്ചു വയ്ക്കാനും അത് നശിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം അനന്തകൃഷ്ണൻ നടത്തിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ചില രേഖകൾ വിട്ടുപോയിട്ടുണ്ട് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ നിലവിൽ ലഭിച്ചിട്ടുള്ള പെൻഡ്രൈവുകളിൽ അടക്കം കൃത്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് ഇഡിയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും നിലവിൽ ഇഡി ഈ കണ്ടെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ ആളുകളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് ഇഡി കടക്കുക. എന്തായാലും ലാലി വിൻസെന്റിനെ അടക്കം അതോടൊപ്പം തന്നെ ആനന്ദകുമാറിനെയും സമൻസ് നൽകി ചോദ്യം ചെയ്യാനായിട്ടുള്ള നടപടികളിലേക്കും വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും. ദേവിക.